We'll discuss the first question. First question ഒരു conditional statement ആണ്. Conditional statement എന്ന് പറഞ്ഞാൽ P implies Q ആണ്. If P then Q. ഇതാണ് conditional statement. If P then Q. The contrapositive of P implies Q is negation Q implies negation P. അപ്പം negation Q implies negation P വരണം. അപ്പം ഇവിടെ ഇതാണ് P. I reached the station in time. ഇതാണ് P. You have to understand that I reach in time is P. If P, then Q. Then I will catch a train. ഇതാണ് Q. I will catch a train. ഇതാണ് Q. Then I will catch the train. അതാണ് Q. അപ്പോൾ what is the negation Q implies negation P? If I do not catch the train, then I will not reach the station in time. അത്രയേ ഉള്ളൂ. P ഉണ്ടെങ്കിൽ Q ഉണ്ട്. അതാണ് P implies Q. What is contrapositive? Q ഇല്ലെങ്കിൽ P ഇല്ല. അപ്പോൾ Q ഇല്ല പറഞ്ഞാൽ ട്രെയിൻ കിട്ടിയിട്ടില്ലെങ്കിൽ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടാവില്ല. അപ്പം I will not catch the train, then I do not reach the station in time. 3 is the answer. അപ്പോൾ option 3 is the answer. Right? We'll discuss the first question. Second question. We'll discuss the second question. മാട്രിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. ഒരു A പറയുന്നത് 2/2 റിയൽ മാട്രിസസ് ഹോസ് എൻട്രീസ് ആർ 0 and 1. അപ്പോൾ A പറയുന്നത് ABCD. ഇവിടെ എക്ക് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഫൈൻഡിങ് ദോസ് എസ് ഹോസ് ഡിറ്റർമിനന്റ് വാല്യൂ ഇസ് നോട്ട് 0. പൂജ്യമല്ലാത്ത മാട്രിസസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ടോട്ടൽ എത്ര മാട്രിക്സ് ഉണ്ടാവും അറിയോ? എക്ക് 2 വാല്യൂസ് എടുക്കാം, ബിക്ക് 2 വാല്യൂസ് എടുക്കാം, സിക്ക് 2 വാല്യൂസ് എടുക്കണം. 0 1 അല്ലേ? ഡിക്ക് 2 വാല്യൂസ് എടുക്കാം. അപ്പോൾ മൊത്തം ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് പ്രകാരം 2⁴ 16 മാട്രിക്സ് ഉണ്ടാവും. മൊത്തം 16 മാട്രിക്സ് ഉണ്ടാവും. There will be 2⁴. It is 16 matrices. പക്ഷേ we are not concerned with these 16 matrices. We are concerned with those matrices whose determinant value 0 അല്ലാത്ത മാട്രിക്സ് മാത്രമേ നമുക്ക് വേണ്ടൂ. അപ്പം നമ്മൾ 0 അല്ലാത്ത മാട്രിക്സിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? It will be of this form. നോക്കൂ, 1 0 0 1. കണ്ടോ? ഇതിൻ്റെ 0 അല്ല മാട്രിക്സിൻ്റെ വാല്യൂ. അതേപോലെ ഇതൊരു മാട്രിക്സ് നോക്കൂ. അതായത് ഈ മെയിൻ ഡയഗണലിൽ 1 ആവാം, ബാക്കി എന്ത് വേണേ ആവാം. അപ്പം ഇത് 1 ആവാം, ഇത് 0 ആവാം, അല്ലെങ്കിൽ ഇത് 1 ആവാം, ഇത് 0 ആവാം. അപ്പം ഇതിൻ്റെ 3 ഡിറ്റർമിനന്റ് വാല്യൂ, വാട്ട് ഇസ് ദ ഡിറ്റർമിനന്റ് വാല്യൂ? ഇറ്റ് ഈസ് 1. ഇതിൻ്റെ അതേ 1 ആണ്, ഇതിൻ്റെ അതേ 1 ആണ്. അപ്പം ഡിറ്റർമിനന്റ് വാല്യൂ 1 ആയിട്ടുള്ള ഈ 3 മാട്രിക്സ് ഇങ്ങനെയാണ്. ഇനി ഡിറ്റർമിനന്റ് വാല്യൂ -1 ആയിട്ടുള്ള മാട്രിക്സ് ഉണ്ടാവും. ഏതൊക്കെയായിരിക്കും ഡിറ്റർമിനന്റ് വാല്യൂ -1 ആയിട്ടുള്ള മാട്രിക്സസ്? പ്രത്യേകത എന്താ വെച്ചാൽ ഈ 1 1 ഡയഗണലിൽ ഇങ്ങനെ എഴുതാം, ഇങ്ങനെയാവാം, പിന്നെ ഇങ്ങനെയാവാം, പിന്നെ ഇങ്ങനെയാവാം, അല്ലേ? അപ്പം ഇതിൻ്റെയും ഡിറ്റർമിനന്റ് വാല്യൂ -1 ആണ്, ഇതിൻ്റെയും ഡിറ്റർമിനന്റ് വാല്യൂ -1 ആണ്, ഇതിൻ്റെയും ഡിറ്റർമിനന്റ് വാല്യൂ -1 ആണ്. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പം 16 എണ്ണത്തിൽ 0 അല്ലാത്ത ഈ 6 എണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി 10 എണ്ണം 0 ആയിരിക്കും. ഓക്കെ, ഇനി ചോദ്യം നോക്കൂ. ഇഫ് എ ഇസ് നോട്ട് ഈക്വൽ ടു I2, എ I2 ആവുന്ന കേസാണിത്. ഇതാണ് I2 ആവുന്ന ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൽ I2 ആവുന്ന കേസ് മാത്രമേ, 0 അല്ലാത്ത I2 ആവുന്ന കേസ് ഇത് മാത്രമേ ഉള്ളൂ. ഓൺലി ദിസ് ഇസ് I2. ഇത് മാത്രമാണ് I2. അങ്ങനെ I2 അല്ലെങ്കിൽ ഇതാവാം, 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 ഇതാവാം. ഇതൊക്കെ I2 അല്ലാത്ത മാട്രിക്സ് ആണ്. അപ്പോൾ I2 അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് -1. നോക്കൂ, ഇത് I2 അല്ല, -1 ആണ്. ഇത് I2 അല്ല, -1 ആണ്. I2 അല്ല, -1. പക്ഷേ ഇത് I2 അല്ല, ദിസ് ഇസ് നോട്ട് I2. ഇത് -1 അല്ല, 1 ആണ്. ഇത് I2 അല്ല, -1 ആണ്. അതുകൊണ്ട് P പറയണത് കേട്ടോ, ഇഫ് എ നോട്ട് ഈക്വൽ ടു എ, I2 അല്ലാത്ത സമയത്തൊക്കെ ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ -1 ആണെന്ന്. അത് തെറ്റാണ്. കാരണം എന്താ? ഇത് I2 അല്ല, ഇത് I2 അല്ല, 1 ആണ്. അതുകൊണ്ട് ഇത് ഫാൾസ് ആണ്, ഫാൾസ് ആണ്. ഇനി ഇഫ് ഡിറ്റർമിനന്റ് ഈക്വൽ ടു 1, then trace A. Trace A പറഞ്ഞാൽ എന്താണ്? What is trace A? Trace A denotes the sum of diagonals of entries of A. ഈ എൻട്രീസ്, അതായത് എന്താണ്, മെയിൻ ഡയഗണലിൻ്റെ സമ്മിനെയാണ് നമ്മൾ ട്രേസ് A പറയുന്നത്. അതിൽ തന്നിട്ടുണ്ട് I2 is a trace A. അപ്പം ഡിറ്റർമിനന്റ് A 1 ആണെങ്കിൽ ട്രേസ് A 2 ആയിരിക്കുന്നത്. അല്ല I ആണെങ്കിൽ ഡിറ്റർമിനന്റ് A 1 ആവുക എപ്പോഴാണ്? ഡിറ്റർമിനന്റ് A 1 ആവുന്ന കേസ് ഇതാണ്. ഡിറ്റർമിനന്റ് A 1 ആവുന്ന കേസ്. നോക്കൂ,
1 ആവുന്ന കേസ് ആണെങ്കിൽ ട്രേസ് ചെയ്യേണ്ട വാല്യൂ 2 ആണ്. അപ്പോൾ ഡിറ്റർമിൻ്റെ 1 ആവുന്ന കേസ് ഇത് മാത്രം നോക്കിയാൽ മതി. കണ്ടോ 1 + 1 2 1 + 1 2 1 + 1 2. അപ്പോൾ എപ്പോഴും 2 തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് ട്രൂ ആണ്. അപ്പോൾ ദ ആൻസർ ഇസ് P is false and Q is true. P is false and Q is true. Option 3 is answer. P of x ഒരു polynomial of degree 3 ആണെങ്കിൽ P of x P dash x is a polynomial of degree 2 ആയിരിക്കും. P dash x ന്റെ polynomial of degree 2 ആയിരിക്കും. തന്നിട്ട് P of x 1ലും 2ലും മാക്സിമം ആണ്, മാക്സിമം മിനിമം ആണ്. അപ്പോൾ അത് എക്സ്ട്രീമം പോയിന്റ് ആണ്. എക്സ്ട്രീമം പോയിന്റ് ആണെങ്കിൽ എന്തായിരിക്കും? P dash 1ഉം 0 ആയിരിക്കും, P dash 1ഉം 0 ആയിരിക്കും, P dash 2ഉം 0 ആയിരിക്കും. P dash 1 is 0, P dash 2 is 0. അതുകൊണ്ട് P dash x ഡിഗ്രി പോളിനോമിയൽ ഓഫ് 2 ആയതുകൊണ്ട് നമുക്ക് P dash x എങ്ങനെ എഴുതാം? You could be able to write P dash x as, കാരണം P dash 1 0 ആയതുകൊണ്ട് x minus 1 ഫാക്ടർ ആയിരിക്കും, P dash 2 0 ആയതുകൊണ്ട് x minus 2 ഫാക്ടർ ആയിരിക്കും. അപ്പോൾ P dash x can be written as a into x minus 1 into x minus 2. ഇങ്ങനെ എഴുതാം P dash x ഇങ്ങനെ എഴുതാം. ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട് P of it has a maximum value 8. മാക്സിമം വാല്യൂ 8 എന്ന് എന്താ? P of 1 എന്ന് പറയുന്നത് 8 ആയിരിക്കും. കാരണം 1ലാണ് മാക്സിമം അറ്റൈൻ ചെയ്യുക. മാക്സിമം വാല്യൂ എന്തായിരിക്കും? P of 1. P of 1 ആയിരിക്കും 8. അതേപോലെ ലോക്കൽ മിനിമം വാല്യൂ 4 ആണ് at x equals 2. അതിൻ്റെ അർത്ഥം എന്താ? P dash 2 will be 4. P dash 2 will be 4. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഐഡിയ എന്താ വെച്ചാൽ ഇതിൽ നിന്ന് P of x കാണാം. കാരണം ചോദിച്ച P of 0 ആണ്. അപ്പോൾ P of 0 കാണണമെങ്കിൽ P of x കാണണം. അപ്പോൾ ഈ P dash x എങ്ങനെ P of x കാണുക? ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം നോക്കൂ. P dash x ഒന്ന് ഭംഗിയിൽ എഴുതി എങ്ങനെ ഉണ്ടാവും? ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതാം. ഇറ്റ് ഇസ് a into x square minus 3x plus 2. ഇതാണ് P dash x. അതിൽ നിന്ന് P of x കാണാം. അപ്പോൾ വാട്ട് ഇസ് P of x? ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കിട്ടും. It is a into x cube by 3 minus 3x square by 2 plus 2x plus a constant. Say b. b can be taken as a constant of integration. അല്ലേ? ഇനി നമുക്ക് തന്നിട്ടുണ്ട് P of 1ഉം നോക്കൂ. ഇതിൽ നിന്ന് നമുക്ക് ചോദിച്ച P of 0 ആണ്. എന്തായിരിക്കും P of 0ൻ്റെ വാല്യൂ? P of 0ൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇവിടെ എക്സിന് പകരം 0 കൊടുക്കുക. എക്സിന് പകരം 0 കൊടുക്കുമ്പോൾ വാല്യൂ വിൽ ബി b. അപ്പോൾ P of 0ൻ്റെ വാല്യൂ ആക്ച്വലി എന്തായിരിക്കും? b ആണ്. P of 0ൻ്റെ വാല്യൂ ആക്ച്വലി b ആണ് അല്ലേ? അപ്പം അതിന് ഇതാ ഈ രണ്ട് കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഈ രണ്ട് കണ്ടീഷൻസ് നിന്ന് രണ്ട് ഇക്വേഷൻസ് കിട്ടി, എയും ബിയും കിട്ടി. സോൾവ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് നിന്ന് ഈ രണ്ട് കണ്ടീഷൻ ഇവിടെ വെച്ചിട്ട് എൻ്റെയും ബിൻ്റെയും വാല്യൂ കാണാം. ശരിക്കും പറഞ്ഞാൽ ബിയുടെ വാല്യൂ കണ്ടാൽ മതി, എയുടെ വാല്യൂ കാണുന്നില്ല. പക്ഷേ നമുക്ക് ഇങ്ങനെ ചെയ്യാം, നോക്കാം. അപ്പോൾ വാട്ട് യു ഡു? സിംപ്ലിഫൈ ചെയ്യാം. വാട്ട് യു ഗെറ്റ്? P of 1 എന്ന് പറയുന്നത് എന്താ? 8 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എക്സിന് പകരം 1 കൊടുക്കാം. അപ്പോൾ a ഇൻറ്റു എക്സിന് പകരം 1 കൊടുത്താൽ 1/3 മൈനസ് 3/2 അല്ലേ? പ്ലസ് 2 ഇസ് ഈക്വൽ ടു എന്താണ്? പ്ലസ് b. പ്ലസ് b. Plus b is equal to 8. That is equation number 1. ഇനി ഇതിൽ എക്സിന് പകരം 2 കൊടുത്താൽ 4 ആണ്. അപ്പോൾ 4 എന്തായിരിക്കും? 4 will be what? എക്സിന് പകരം 2 കൊടുക്കുക. 2 കൊടുക്കുമ്പോൾ a into 8/3. 2 കൊടുക്കുകയാണ്. 2 ക്യൂബ് ആകുമ്പോൾ 8/3 minus 3 into 2 square by 2. പിന്നെ പ്ലസ് 2 into 2 പ്ലസ് 4 എഴുതിയാൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി അല്ലേ? ഫിസിക്കലി ചോ ഇത് സോൾവ് ചെയ്താൽ മതി. സോൾവ് ചെയ്യുമ്പം ഏറ്റവും നല്ല ബി കാണില്ല. നമുക്ക് വേണ്ട ബി ആണ്. കാരണം P of 0ൻ്റെ വാല്യൂ ബി ആണ്.
അപ്പോൾ ബി കാണണമെങ്കിൽ ഇത് സോൾവ് ചെയ്താൽ മതി. സോൾവ് ചെയ്യാൻ സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇഫ് യു സബ്ട്രാക്ട് വാട്ട് യു ഗെറ്റ് എ ഇൻറ്റു 8/3 മൈനസ് 7/3. 3/2 പുറത്തെത്താ 4 മൈനസ് അല്ലേ 3/2 മൈനസസ്. അപ്പം മൈനസ് 3/2 ഇൻറ്റു 4 പ്ലസ് 1 അല്ലേ 4 മൈനസ് 4 3/2 ഇൻറ്റു 4 മൈനസ് 1. 4 മൈനസ് 1 ഇസ് 3. പിന്നെ പ്ലസ് 2 ഈസ് ഈക്വൽ ടു -4. ശരിയല്ലേ? അപ്പം എനെ നമുക്ക് ഇങ്ങനെ എഴുതാം. എ ഇൻറ്റു വേണമെങ്കിൽ 6 LC എടുക്കാം. 6 LC എടുത്താൽ എന്താ കിട്ടുക? 2. 7 2 is 14 minus 3 3 is 9. 3 is 27 minus 6 ഉണ്ടാവും. 6 2 is 12 is equal to -4. അതിൽ നിന്ന് എയുടെ വാല്യൂ കാണും. എയുടെ വാല്യൂ എന്താ? -24 ഡിവൈഡഡ് ബൈ ഇവിടെ +12 അല്ലേ. അപ്പോൾ 26 ആകുമ്പോൾ -1. അപ്പോൾ യു ഗോട്ട് ദ വാല്യൂ ഓഫ് എ ആസ് 24. അപ്പോൾ എയുടെ വാല്യൂ 24 ആണ്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ബിയുടെ വാല്യൂ കാണാൻ ബി അല്ലേ ചോദിച്ചത്. അപ്പോൾ ഏതെങ്കിലും ഇതിൽ കൊടുത്താൽ മതി. ഇതിൽ കൊടുത്തോളൂ. ഇതിൽ എയുടെ വാല്യൂ 24 കൊടുത്തോളൂ. അപ്പോൾ 24 ഇൻറ്റു എക്ക് പകരം 24 കൊടുക്കാം. ഇൻറ്റു 1/3 മൈനസ് ഇതിൻ്റെ വാല്യൂ എന്താ? 3/2 minus 2 is -1/2. 1/3 minus 1/2 is -1/6 is equal to 8. Plus b is equal to 8. അതൊന്ന് 8 ബിയുടെ വാല്യൂ കാണാം. എന്താ ബിയുടെ വാല്യൂ? ഇവിടെ 6 4 -4 വരും. അപ്പോൾ ബിയുടെ വാല്യൂ അങ്ങോട്ട് കൊടുത്താൽ ഇറ്റ് വിൽ ബി ബി എ പ്ലസ് ബി 1/3 മൈനസ് 1/2 മൈനസ് 1/6 പ്ലസ് ബി. എയുടെ വാല്യൂ 24 അല്ലേ? 24. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു എന്താ വരിക? -4 പ്ലസ് ബി ആണ് 8. അപ്പോൾ ബി ഈക്വൽസ് 12. B equals 12 is answer. 4 is answer. Option 4. Next, we'll discuss question number 4. നാലാമത്തെ ചോദ്യം ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പല വിധമുണ്ട്. ഇത് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡാണ്. അപ്പോൾ വേരിയബിൾ സെപ്പറബിൾ ഡിവൈയുടെ കൂടെ വൈയും ഡി എക്സിൻ്റെ കൂടെ എക്സും ആക്കി മാറ്റാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. dy/y+1 is equal to cos x by 2 plus sin x dx. ഒരു നെഗറ്റീവ് ഉണ്ട്. ഞാൻ ഇവിടെ നെഗറ്റീവ് എഴുതാം. കാരണം എന്താ അറിയോ? 2 plus sin x-ൻ്റെ ഡെറിവേറ്റീവ് cos x ആണ്. അപ്പോൾ അത് വേരിയബിൾ സെപ്പറബിൾ ആണ്. വേരിയബിൾ സെപ്പറബിൾ ആയതുകൊണ്ട് വി ക്യാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം -ln y+1. കാരണം താഴത്തെ ഡെറിവേറ്റീവ് cos x-ൻ്റെ sin x-ൻ്റെ ഡെറിവേറ്റീവ് ആണ് cos x is equal to ln 2 plus sin x plus log c plus c ആണ്. ഞാൻ പ്ലസ് log c എഴുതുന്നു. അത് സിംപ്ലിഫൈ ചെയ്താൽ വാട്ട് യു ഗെറ്റ്? എല്ലാം ln c ആയതുകൊണ്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ യു ഗെറ്റ് y+1 into log m plus log n is log m plus n into 2 plus sin x equals minus log c. It is log 1/c. You can take it as another constant, say k. അപ്പോൾ ഇതാണ് സൊല്യൂഷൻ. ഇനി ഈ സാധനം തന്നിട്ടുണ്ട് കണ്ടോ? y0 = 1. y0 1 എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ സൊല്യൂഷനാണ്. ഒരു ആ കേർവ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്താ y0 = 1 എന്ന് പറഞ്ഞാൽ x 0 ആണെങ്കിൽ y-യുടെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇവിടെ x-ന് പകരം 0 കൊടുക്കുക, y-യുടെ വാല്യൂ 1 കൊടുക്കുക. അപ്പോൾ 2 × 2 is equal to k എന്ന് വരും. അപ്പോൾ യു ഗോട്ട് ദ വാല്യൂ ഓഫ് k ആസ് 4. അപ്പോൾ kയുടെ വാല്യൂ 4 കിട്ടിയാൽ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്താ കിട്ടുക? 4 കിട്ടിയാൽ y+1 into 2 plus sin x will be 4. Will be 4. Is not? അതാണ് കേർവ്. ഇനി എന്താണുള്ളത്?
y pi a ആണ്, dy by dx at x equals pi b ആണെങ്കിൽ എയുടെ വാല്യൂ എന്താ, ബിയുടെ വാല്യൂ എന്താ, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ y pi a എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് പൈ ആണെങ്കിൽ വൈയുടെ വാല്യൂ എ എന്നാണ്. y pi equals a എന്ന് വെൻ എക്സ് ഈക്വൽസ് പൈ വാല്യൂ ഓഫ് y ഇസ് എ. അപ്പോൾ എക്സ് പൈ ആണെങ്കിൽ വൈയുടെ വാല്യൂ എ ആണ്. അപ്പോൾ എ പ്ലസ് 1, എക്സ് പൈ ആണെങ്കിൽ സൈൻ പൈ ഇസ് 0, അപ്പോൾ 2 ഇസ് ഇക്വൽ ടു 4. അപ്പോൾ എയുടെ വാല്യൂ കിട്ടി. എ പ്ലസ് 1 പറയുന്നത് 2 ആണ്. അപ്പോൾ എയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ യു ഗോട്ട് ദ വാല്യൂ ഓഫ് എ. എ ഈക്വൽസ് 1 അവിടെ വെക്കുക. എ ഈക്വൽസ് 1 ഉള്ള ചോയ്സ് 1 ആണ്. അപ്പോൾ 3 അല്ല 4 അല്ല. അപ്പോൾ അതിനൊരു ഐഡിയ കിട്ടി. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ ഒരു 50-50 ചാൻസ് ആയി. ഇനി ബി കാണണം. ബി കാണാനാണ് ഈ സാധനം തന്നില്ല. ഇതാ ഈ സാധനം തന്നില്ല. ആൻഡ് dy by dx at x equals pi is b. dy by dx at x equals pi is b. അത് തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, എക്സ് പൈ ആണെങ്കിൽ dy by dx വാല്യൂ ബി ആണ്. അപ്പോൾ എക്സ് പൈ ആണെങ്കിൽ നോക്കൂ, ഇവിടെ എക്സിന് പകരം പൈ കൊടുത്താൽ എന്താ കിട്ടുക? സപ്പോസ് ഈ സാധനം ഈ ഇക്വേഷനിൽ ശ്രദ്ധിക്കണേ, നമുക്ക് അതിനെ രണ്ടാമത് എഴുതണ്ട. ആ ഇക്വേഷനിൽ എക്സിന് പകരം പൈ കൊടുത്താൽ dy by dxൻ്റെ വാല്യൂ ബി എന്നാണ്. അപ്പോൾ dy by dxൻ്റെ വാല്യൂ ബി, എക്സിൻ്റെ വാല്യൂ പൈ കൊടുത്താൽ 2 ഇൻറ്റു സൈൻ പൈ, 2 പ്ലസ് സൈൻ പൈ 0 ആണ്. അപ്പോൾ 2b ഡിവൈഡഡ് ബൈ എക്സ് പൈ ആണെങ്കിൽ വൈയുടെ വാല്യൂ എന്താ, എ ആണ്. അപ്പോൾ y പ്ലസ് 1 എന്താവും, എ പ്ലസ് 1 is equal to cos x cos pi minus cos pi. cos പൈയുടെ വാല്യൂ -1 ആണ്. അപ്പോൾ മൈനസ് കോസ് പൈ പറഞ്ഞാൽ 1. ഇവിടെ എയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇവിടെ എക്ക് പകരം 1 കൊടുക്കുക. 1 കൊടുത്താൽ 2/2 ഇൻറ്റു ബി ഇസ് ഇക്വൽ ടു 1. അപ്പോൾ അതൊന്ന് കിട്ടും ബിയുടെ വാല്യൂ 1. അപ്പോൾ എ ഈക്വൽസ് 1, ബി ഈക്വൽസ് 1. ഓപ്ഷൻ 1 ഇസ് ദ ആൻസർ. നമുക്കിനി ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. 5ാമത്തെ ചോദ്യം. ഇതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് വെരി ഗുഡ് ക്വസ്റ്റ്യൻ ഓൾസോ. യു നോ ആൽഫ ആൻഡ് ബീറ്റ ആർ ദ റൂട്ട്സ്. ആൽഫ റേസ് ടു n പ്ലസ് ബീറ്റ റേസ് ടു n ആണ് എസ് എൻ. ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊരിക്കലും നേരിട്ട് ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ ഓൾസോ. അപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് 2 കാര്യങ്ങളെ അറിയുള്ളൂ. ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ നമുക്ക് അറിയാം. ഇറ്റ് ഇസ് -b/a. ആൻഡ് ആൽഫ ബീറ്റയുടെ വാല്യൂ അറിയാം, c/a. അല്ലേ? ഇനി S5 S6ലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ യു സ്റ്റാർട്ട് ഫ്രം ഹിയർ. വാട്ട് ഈസ് ആൽഫ പവർ n പ്ലസ് ബീറ്റ പവർ n? ഞാനിത് ചെയ്യുന്നത് ശ്രദ്ധിക്കണോ, നന്നായിട്ട് ശ്രദ്ധിക്കണേ. വെറുതെ ആൽഫ പവർ n-1, കാരണം ഇതൊക്കെ ക്വസ്റ്റ്യൻ അങ്ങനെയാണ്, പ്ലസ് ബീറ്റ പവർ n-1 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ എഴുതാം. എന്നിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് ബാക്കി എഴുതാം. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇത് വേണം. നോക്കൂ, ആൽഫ n ഇവിടെ നോക്കൂ, ആൽഫ റേസ് ടു n-1 ആൽഫയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ആൽഫ റേസ് ടു n വരും. അത് ഓക്കെയാണ്. ബീറ്റ റേസ് ടു n-1 ബീറ്റ മൾട്ടിപ്ലൈ ചെയ്താൽ ബീറ്റ റേസ് ടു n വരും. അപ്പോൾ ഇവിടെ എക്സ്ട്രാ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് കളയണം. എക്സ്ട്രാ ഏതൊക്കെയാണ്? ആൽഫ റേസ് ടു n-1 ബീറ്റ, അത് കളയണം. അപ്പോൾ മൈനസ് ആൽഫ റേസ് ടു n-1 ബീറ്റ. പിന്നെ ഇത് കളയണം, ബീറ്റ റേസ് ടു n-1 ആൽഫ കളയണം. അപ്പോൾ മൈനസ് ബീറ്റ റേസ് ടു n-1 ആൽഫ. Is that okay? അത് സിംപ്ലിഫൈ ചെയ്താൽ എന്ത് കിട്ടും? ആൽഫ പവർ n പ്ലസ് ബീറ്റ പവർ n ഇസ് ഈക്വൽ ടു, ഇത് അങ്ങനെ തന്നെ എഴുതാം, ആൽഫ പവർ n-1 പ്ലസ് ബീറ്റ പവർ n-1 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ. അതൊന്നും ചെയ്യണ്ട. മൈനസ് യു ടേക്ക് ആൽഫ ബീറ്റ ഔട്ട്സൈഡ് ഫ്രം ദിസ്. ഇതൊന്ന് ആൽഫ ബീറ്റ പുറത്തെടുക്കാം. അപ്പം നോക്കൂ, ഇത് എന്ത് പുറത്തെടുക്കാം? ആൽഫ റേസ് ടു n-2 പ്ലസ് ബീറ്റ റേസ് ടു n-2. ഇതിലെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം ഇറ്റ് ഇസ് ഗിവൺ ദാറ്റ് ആൽഫ റേസ് ടു n പ്ലസ് ബീറ്റ റേസ് ടു n എസ് എൻ തന്നിട്ടുണ്ട്. എസ് എൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ആൽഫ റേസ് ടു n പ്ലസ് ബീറ്റ റേസ് ടു n ആണെന്ന് തന്നിട്ടുണ്ട്. അതിവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് എസ് എൻ ആണ്. എസ് എൻ ഇസ് ഈക്വൽ ടു എസ് എൻ -1 ഇൻറ്റു വാട്ട് ഇസ് ആൽഫ പ്ലസ് ബീറ്റ? -6/5
മൈനസ് ആൽഫ ബീറ്റ ഈസ് മൈനസ് 2/5 അപ്പോൾ പ്ലസ് 2/5 രണ്ട് മൈനസ് വരും അപ്പോൾ പ്ലസ് 2/5 അല്ലേ പ്ലസ് 2/5 ഇൻറ്റു വാട്ട് ഇസ് ആൽഫ റേസ് ടു n മൈനസ് 2 Sn മൈനസ് 2 ഇത്രയേ ഉള്ളൂ റിസൾട്ട്. അപ്പോൾ ഈ റിസൾട്ട് കാണലാണ് ഇമ്പോർട്ടൻ്റ് ഈ പ്രോബ്ലത്തിൽ. അതുകൊണ്ട് S6ഉം S5ലും കണക്ക് ചെയ്യരുത് ദയവ് ചെയ്തിട്ട് കേട്ടോ. യു ഹാവ് ടു ഫൈൻഡ് ദ റിലേഷൻ കണക്റ്റിംഗ് Sn. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ആയിട്ട് ഭംഗിയിലാക്കി കൂടെ. അപ്പോൾ 5Sn പ്ലസ് 6Sn മൈനസ് 1 വിൽ ബി ഈക്വൽ ടു ട്വൈസ് ഓഫ് Sn മൈനസ് 2. ഇതാണ് റിസൾട്ട്. ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചോയ്സ് ഏതാന്ന് നോക്കാം, അത്രയേ ഉള്ളൂ. 5Sn നോക്കൂ, 5Sn 5ൽ തുടങ്ങുന്ന ഇതുണ്ട് ഇതുണ്ട്. അപ്പോൾ ഒന്നുകിൽ 2 ആയിരിക്കാം, അല്ലെങ്കിൽ ഒന്നുകിൽ 2 ആയിരിക്കാം, അല്ലെങ്കിൽ 3 ആയിരിക്കാം. ഫസ്റ്റ് വണ്ണും 6 വണ്ണും അല്ല. അപ്പോൾ 5Sn അപ്പോൾ എന്നിന് പകരം 6 കൊടുത്ത് നോക്കൂ. സപ്പോസ് n is equal to 6, you put n equals 6. വർക്ക് ചെയ്യാൻ നോക്കൂ. 5S6 പ്ലസ് 6S5 ആണ്. അപ്പോൾ 6S4 is equal to twice of S6 ആണ്. എന്നിന് പകരം 6 കൊടുക്കുമ്പോൾ ഹലോ ഇത് S5 ആണ്, സോറി ദിസ് ഇസ് S5. Substitute n equals 6 here. അപ്പോൾ 5S6 plus 6S5 is equal to 2 into S4, 2S4. ഈ ചോയ്സ് ഉണ്ടോ? 5S6 plus 6S5, 3 is answer. Option 3. Option 3 is your answer. നമ്മൾ will go to question number 6. ആറാമത്തെ ചോദ്യം ഒരു ഇതാണ്, ബൈനോമിയൽ തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ടേം ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ് 10K ആണെങ്കിൽ കെയുടെ വാല്യൂ എന്താണ്? ഹൗ ടു ഫൈൻഡ് ടേം ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ്? ടേം ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു 0 ആണ്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു 0 കാണണമെങ്കിൽ എന്ത് ചെയ്യണം? യു ഹാവ് ടു റൈറ്റ് ദ ജനറൽ ടേം. ആദ്യം ജനറൽ ടേം എഴുതുക. എന്താ ജനറൽ ടേം? NCR A റേസ് ടു n മൈനസ് ആർ B റേസ് ടു ആർ. ഇതാണ് A പ്ലസ് B ഹോൾ റേസ് ടു n എക്സ്പാൻഷനിലെ ജനറൽ ടേം. അപ്പോൾ ഇതിലെ ജനറൽ ടേം നിങ്ങൾ എഴുതാണ്. യു ഹാവ് ടു റൈറ്റ് ദ ജനറൽ ടേം ഇൻ ദർ എക്സ്പാൻഷൻ. അപ്പോൾ NCR ഇറ്റ് ഇസ് 10CR. A റേസ് ടു n മൈനസ് ആർ ഇറ്റ് ഇസ് ആൽഫ എക്സ് റേസ് ടു 1/9 ഹോൾ റേസ് ടു ആർ, ഹോൾ റേസ് ടു 10 മൈനസ് ആർ. A റേസ് ടു n മൈനസ് ആർ. B റേസ് ടു ആർ. വാട്ട് ഇസ് B റേസ് ടു ആർ? ബീറ്റ എക്സ് raised to 1/6, raised to minus 1/6, whole raised to r. ഇതാണ് ജനറൽ ടേം. വേണേൽ ഇതൊന്ന് ഭംഗിയിലാക്കാം. ഭംഗിയിലാക്കുമ്പോൾ എന്താ വരിക? 10CR ആൽഫ റേസ് ടു 10 മൈനസ് ആർ ഇൻറ്റു ബീറ്റ റേസ് ടു ആർ ഇൻറ്റു എക്സ് റേസ് ടു, എക്സിനെ പവറാക്കി എഴുതുക എങ്ങനെ വരിക? 10 മൈനസ് r by 9 minus r by 6. ടേം ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സിൻ്റെ പ്രത്യേകത കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു 0 ആണ്. അപ്പം ഈ ടേമിൽ ഇതാ ഈ ടേം എക്സിൻ്റെ പവർ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുക. യു ഇക്വേറ്റ് ദിസ് ടു 0 ആൻഡ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആർ. അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇറ്റ് ഇസ് 10 മൈനസ് ആർ by 9, 10 minus r by 9 minus r by 6. ഇത് 0 ആണ്. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക? ഇറ്റ് ഈസ് 60 മൈനസ് 6r മൈനസ് 9r ബൈ 54. ആവശ്യമില്ല, 0 ആണ്. അതിന് ആറിൻ്റെ വാല്യൂ വേണം. 15r 60 ആവണം അല്ലേ? 0 ആണെങ്കിൽ ന്യൂമറേറ്റർ 0 ആണ്. അപ്പോൾ 15r 60 ആവണം. അപ്പോൾ 6 4 ആവണം. അപ്പോൾ ആ 6 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. യു സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് ആർ ഹിയർ. അപ്പോൾ അതാണ് ജനറൽ ടേം. ജനറൽ ടേം അല്ല, ടേം ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ്. അപ്പോൾ ടേം ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ് ഇത് നമുക്ക് കിട്ടി. ടേം ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ് നമുക്ക് കിട്ടി. വാട്ട് ഇസ് ടേം ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ്?
term independent of x will be, ഇവിടെ r ന് പകരം എന്ത് കൊടുക്കുക? 4 കൊടുക്കുക. അപ്പോൾ term independent of x is or 10c term independent of x ആണ് എഴുതുന്നത് കേട്ടോ. 10c 4 alpha raised to 10 minus 4 is 6 beta raised to 4. ഇതിൻ്റെ മാക്സിമം തന്നിട്ടുണ്ട് 10k ആണ്. ഇതിൻ്റെ മാക്സിമം വാല്യൂ 10k ആണെങ്കിൽ കെയുടെ വാല്യൂ എന്താണെന്ന് ചോദ്യം. പക്ഷെ ഒരു കാര്യം തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടുണ്ട് ആൽഫയും ബീറ്റയും പോസിറ്റീവ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇറ്റ് ഇസ് ഗിവൺ ദാറ്റ് ആൽഫ ആൻഡ് ബീറ്റ ആർ പോസിറ്റീവ്. അപ്പോൾ ആൽഫയും ബീറ്റയും പോസിറ്റീവ് ആണെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ട്. AM is greater than or equal to GM വെച്ചാൽ ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ സ്ക്വയർ ബൈ 2 is greater than or equal to square root of alpha cube beta square. AM greater than GM. അപ്പോൾ ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് 4 ആയതുകൊണ്ട് ഇത് 2 ആണ്. ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ സ്ക്വയർ 4 ആണ്. 4 by 2 and 2 are. 2 is bigger than or equal to root of alpha cube beta square. അഥവാ alpha cube beta square is less than or equal to 4. Or you can say alpha raised to 6 beta raised to 4 is less than or equal to 16. എന്ന് വെച്ചാൽ the maximum value of alpha raised to 6 beta raised to 4 is 16. ആ 16 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൻ്റെ മാക്സിമം 10k അല്ലേ? ഇതിൻ്റെ മാക്സിമം വാല്യൂ ആണ് 10k. അപ്പോൾ ആൽഫ റേസ് ടു 6 ബീറ്റ റേസ് ടു 4ൻ്റെ മാക്സിമം വാല്യൂ 16 ആണ്. അപ്പോൾ ഇവിടെ 16 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 10c4 into 16 is equal to 10k. 10c4 into 16 is equal to 10k. അന്ന് കെയുടെ വാല്യൂ ആണ്. 10c4 into 16 is equal to 10k. You find the value of k. ഇതൊന്ന് കെയുടെ വാല്യൂ കാണാൻ പറ്റുമോ? 10c4 into 16. You find the value of k. 10c4 into 16 ആണ് 10k. You find the value of k. എന്താ കിട്ടുക? (10c4). What is the value of k? K equals 10c4 divided by 10c4 into 16 divided by 10 is equal to 10c4 ന്റെ വാല്യൂ എന്താ? 10 into 9 into 8 into 7 ഇവിടെ 16 എഴുതുക by 4 is 24 into 10. 8 3 is 24. 3 will go here 3 times. 21 into 16. It is 21 into 16. What is 21 into 16? It is 21 into 16. 6 2 is 12. 21. 336. The answer is 336. Right? 336 is the option. About 336 choice and yes, 3 is option. Option 3 is the answer. Okay, we'll discuss 7 questions. Sum of 3 numbers terms of a GP. About any 3 terms in GP നോക്കാം. Any 3 terms in GP എന്തായിരിക്കും? Any 3 terms in GP can be written as A by R, AR. And it is given that S is the sum. S ഇതാണ് A by R plus A ആണ്. പ്രോഡക്റ്റ് അതിൻ്റെ പ്രോഡക്റ്റ് 27 ആണ്. പ്രോഡക്റ്റ് 27 ആണെങ്കിൽ A ക്യൂബ് 27 ആണ്.
അപ്പോൾ എയുടെ വാല്യൂ 3 ആണ് അല്ലേ? ഇതിൻ്റെ പ്രോഡക്റ്റ് 6 ക്യാൻസൽ ആവും. അപ്പോൾ എ ക്യൂബ് ഇസ് 3. അപ്പോൾ എ ക്യൂബ് 3 ആണെങ്കിൽ എസിൻ്റെ വാല്യൂ എന്താ? അല്ല, എ ക്യൂബ് 27 ആണ്, എയുടെ വാല്യൂ 3 ആണ്. അപ്പോൾ എയുടെ വാല്യൂ 3 ആണെങ്കിൽ എസിൻ്റെ വാല്യൂ എന്താ? 3/r പ്ലസ് 3 പ്ലസ് 3r. വേണമെങ്കിൽ ഭംഗിയിലാക്കാം. ഇറ്റ് ഇസ് 3 into r plus 1/r plus 3. 3 into r plus 1/r plus 3. r plus 1/r plus 3. ഇവിടെ നിങ്ങളൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്താ പറയുക കൺസെപ്റ്റ്? ഏതൊരു പോസിറ്റീവ് റിയൽ നമ്പർ ആണെങ്കിലും a number plus its reciprocal will be always bigger than or equal to 2. If it is negative, it will be always less than or equal to -2. അപ്പം 2 ബിഗറോ ആയിരിക്കും പോസിറ്റീവ് ആണെങ്കിൽ. അതായത് r plus 1/rൻ്റെ മിനിമം വാല്യൂ, r പോസിറ്റീവ് ആണെങ്കിൽ r plus 1/rൻ്റെ മിനിമം വാല്യൂ 2 ആയിരിക്കും. ആ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യും r 1 ആകുമ്പോൾ. r നെഗറ്റീവ് ആണെങ്കിൽ, ഇഫ് r ഇസ് നെഗറ്റീവ്, r plus 1/rൻ്റെ മാക്സിമം വാല്യൂ ആയിരിക്കും -2, and that will be attained when r equals -1. This principle ആണ്. A number plus its reciprocal will be always 2 or more if it is positive and -2 or less if it is negative. ഇത് കൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് ഈ what will be s, r പോസിറ്റീവ് ആണെങ്കിൽ what will be s minimum value of s min എന്തായിരിക്കും? r പോസിറ്റീവ് ആണെങ്കിൽ what is the minimum value of s? r പോസിറ്റീവ് ആണെങ്കിൽ, if r is positive, what is the minimum value of s? നോക്കാം. r plus 1/rൻ്റെ മിനിമം വാല്യൂ എന്താ? 2 ആണ്. അപ്പോൾ എന്താവും? 3 into 2 plus 3, 9. r നെഗറ്റീവ് ആണെങ്കിലോ എസിന് മാക്സിമം ഉണ്ടാവുക. എസിൻ്റെ മാക്സിമം വാല്യൂ എന്തായിരിക്കും? -2. കാരണം ഇത് 3 അവിടെ നിന്നോട്ടെ. അപ്പോൾ വാട്ട് യു ഗെറ്റ്? ഇറ്റ് ഈസ് 3 into -2 plus 3. -6 plus 3 -3. അപ്പം s min 9 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? s എവിടെ കിടക്കും? s min 9 എന്ന് പറഞ്ഞാൽ എന്താ പറയുക? s min 9 means what? s min 9 means s belongs to closed 9 infinity. s max -3 പറഞ്ഞാൽ എന്താ അർത്ഥം? What does that imply? s belongs to maximum -3 ആണ്. അപ്പോൾ -infinity -3. അപ്പം ഇതിലാവാം, ഇങ്ങനെയാവാം. r മാക്സ് പോസിറ്റീവോ നെഗറ്റീവോ ആവാം. ഇവിടെ r പോസിറ്റീവ് പറഞ്ഞാൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, r നെഗറ്റീവ് പറഞ്ഞാൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ അർത്ഥം എന്താ? r ആ GPയിലെ കോമൺ റേഷ്യോ പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. അപ്പോൾ s എവിടെ കിടക്കും? s can belong to എന്താ കിട്ടുക? ഒന്നുകിൽ ഇവിടെ കിടക്കാം അല്ലെങ്കിൽ അവിടെ കിടക്കാം. അപ്പോൾ യൂണിയൻ. The answer will be -infinity -3 union 9 4. So one option 1 is answer. Now we'll discuss a question connected with in the coordinate geometry. Coordinate geometry ആണ്. ഏരിയ ആൻഡ് സ്ക്വയർ ആകുമ്പോൾ ഇൻ്റഗ്രേഷൻ ആണ് വിചാരിക്കരുത്. ഇത് നമുക്ക് മെൻസുറേഷൻ വെച്ച് ചെയ്യാം. ഒരു എലിപ്സ് ഉണ്ട്. x²/4 + y²/9 = 1 ആണ് അല്ലേ? = 1 ആണ്. അപ്പോൾ എലിപ്സ് വെർട്ടിക്കൽ എലിപ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു എലിപ്സ് വിചാരിച്ചോളൂ. This is ellipse. Y axis, x axis. അപ്പോൾ ഇത് x²/a² ആണ്. ഇത് 2 ആണ്, ഇത് 3 ആണ് അല്ലേ? Now മറ്റേ ലൈൻ ഇങ്ങനെയാണ്. mod x plus ഈ mod x/2 plus mod y/3 = 1 പറഞ്ഞാൽ ഇത് +or-x ആണ്. ഇതും +or-y ആണ്. അപ്പം +or-x +or-y there will be 4 such lines. ഏതൊക്കെയാ 4 lines? There will be 4 lines. ഏതൊക്കെയാ 4 lines? എക്സും വൈയും പോസിറ്റീവ് ആണെങ്കിൽ x/2 plus y/3 = 1. മറ്റാണെങ്കിൽ -x/2 plus
y by 3 is equal to 1. പിന്നെ x by 2 plus minus y by 3 is equal to 1. പിന്നെ minus x by 2 minus y by 3 is equal to 1. ഇങ്ങനെ ആലോചിക്കേണ്ടത്. മോഡ് പറയുമ്പോൾ there are 4 lines. അപ്പോൾ അതിൽ ഒരു ലൈൻ മാത്രം കൺസിഡർ ചെയ്യുക. there are 4 lines ആണ്, ഒരു ലൈൻ മാത്രം കൺസിഡർ ചെയ്യുക. ഇന്റർസെക്ട് ഫോം x by 2 plus y by 3 equals 1. ഈ ഫസ്റ്റ് ലൈൻ ആണ് ഞാൻ വരച്ചത്. ഈ ഫസ്റ്റ് ലൈൻ ഫസ്റ്റ് ക്വാർട്ടറിൽ. ചോദ്യം എന്താ? അപ്പോൾ അങ്ങനെ 4 ലൈൻസ് ഉണ്ടാവും. അങ്ങനെ 4 ലൈൻസ് ഇങ്ങനെ ഉണ്ടാവാം. ദ ലൈൻസ് വിൽ ബി ലൈക്ക് ദിസ്. ഒക്കെ ഭംഗിയിലാണ് കേട്ടോ, വൃത്തിയിലാണ് ചിത്രം. ഇനി എന്താ ചോദ്യം? ഏരിയ ആൻഡ് സ്ക്വയർ ഔട്ട്സൈഡ് ദ റീജിയൻ. ഇതിൻ്റെ മുകളിൽ ആവണം, ലൈനിൻ്റെ മുകളിലേക്ക് അപ്പുറത്തേക്കും ആവണം, ലൈനിൻ്റെ അപ്പുറത്തേക്കും ആവണം, എലിപ്സിൻ്റെ താഴേക്കും ആവണം. അപ്പോൾ ഇതാണ് റീജിയൻ. അപ്പോൾ ഇതൊക്കെ സിമെട്രിക് ആയതുകൊണ്ട് ഒരു ഏരിയ കണ്ടിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ദാറ്റ് ഇസ് ഇനഫ്. ഒരു ഏരിയ കണ്ടിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ യു നീഡ് ഫൈൻഡ് ഓൺലി 1 ഏരിയ ആൻഡ് മൾട്ടിപ്ലൈ ഇറ്റ്. അപ്പോൾ ഒരു ഏരിയ മാത്രം കണ്ടാൽ മതി. ഹൗ ടു ഫൈൻഡ് ദിസ് ഏരിയ? യു നോ ഏരിയ ഓഫ് എൻ എലിപ്സ്. വാട്ട് ഇസ് ഏരിയ ഓഫ് എൻ എലിപ്സ്? ഏരിയ ഓഫ് എൻ എലിപ്സ്, it is pi by pi AB. Area of an ellipse is pi AB. അപ്പോൾ ഇതിൻ്റെ ക്വാർട്ടർ ഏരിയ എന്തായിരിക്കും? pi AB by 4. അപ്പോൾ വാട്ട് ഇസ് ഏരിയ ഓഫ് ദിസ് പോർഷൻ? ദാ ഈ പോർഷൻ ഫസ്റ്റ് ക്വാർട്ടറിൽ മാത്രമുള്ള ഏരിയ എന്തായിരിക്കും? വാട്ട് ഇസ് ദ ഏരിയ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്? ഏരിയ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് വിൽ ബി pi AB by 4. അതിൽ നിന്ന് ഈ ട്രയാങ്കിൾ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ പോരെ? ഈ ട്രയാങ്കിൾ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ. വാട്ട് ഇസ് ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ? ഹാഫ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഹാഫ് ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ് മൈനസ് ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 3. അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 ഭാഗങ്ങളുണ്ട്. അപ്പോൾ യു ജസ്റ്റ് മൾട്ടിപ്ലൈ ബൈ 4. But this is your answer. Okay, what is your answer? This 2 and 2 will go off. 4 will get multiplied. അപ്പോൾ pi AB ക്ക് പകരം മൾട്ടിപ്ലൈ ചെയ്യണം. It is 4 into pi AB. Pi AB ക്ക് പകരം pi into, what is AB? AB is 2 into 3. 2 into 3 by 4 minus 3. അപ്പോൾ 2 വെട്ടിപ്പോവും. അപ്പോൾ what you get? It is 6 pi minus 12. 6 pi minus 12. So what is the answer? 6 into pi minus 2. Option 3 is answer. നമുക്ക് question number 9 നോക്കാം. What is the domain of R inverse? എന്ന് ചോദ്യം. ഈ domain of R inverse പറഞ്ഞാൽ നിങ്ങൾ ആ കാച്ചിങ് പോയിന്റ് ആണ് ആദ്യം നോക്കേണ്ടത്. domain of R inverse എന്ന് പറഞ്ഞാൽ range of R ആണ്. അല്ലേ? ഡൊമെയിൻ പറഞ്ഞാൽ ഇടത്ത് ഭാഗമാണ്, ആർ ഇൻവേഴ്സ് പറഞ്ഞാൽ റിവേഴ്സ് ആണ്. അപ്പോൾ ഡൊമെയിൻ ഓഫ് ആർ ഇൻവേഴ്സ് പറഞ്ഞാൽ ആറിൻ്റെ റേഞ്ച് ആയിരിക്കും. ഇസ് ദാറ്റ് ഓക്കെ? അതാണ് ഈ ക്വസ്റ്റിൻ്റെ മെയിൻ പിടുത്തം. ഡൊമെയിൻ ഓഫ് ആർ ഇൻവേഴ്സ് ഇസ് റേഞ്ച് ഓഫ് ആർ. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാം. എക്സ് സ്ക്വയർ ബൈ, അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടാം? എക്സ് സ്ക്വയർ ബൈ 8 plus y square by 8 by 3 is less than or equal to 1. അതൊരു എലിപ്സ് ആണ്, ഹൊറിസോണ്ടൽ എലിപ്സ് ആണ്. എലിപ്സ് വിൽ ബി ലൈക്ക് ദിസ്. ഇതാണ് y ആക്സിസ്, ഇതാണ് x ആക്സിസ്. അപ്പം ഡൊമെയിൻ റേഞ്ച് എപ്പോഴും ഇവിടെ ഉണ്ടാവാം, ഡൊമെയിൻ എപ്പോഴും ഇവിടെ ഉണ്ടാവാം. അപ്പം എപ്പോഴും ഒരു ഫംഗ്ഷൻ്റെയോ ഏതിൻ്റെ ആയാലും ശരി ഡൊമെയിനും റേഞ്ചും കാണാനൊരു സൂത്രമുണ്ട്. സൂത്രം ഇതാണ്. സപ്പോസ് യു അത് കൺസെപ്റ്റ് ആയതുകൊണ്ട് ഞാൻ വേറെ എങ്കിലും പറയണം. സപ്പോസ് യു ഹാവ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. y equals f of x ആണ് ഗ്രാഫ് വെച്ചോളൂ. അപ്പം ഇതിൻ്റെ ഡൊമെയിൻ ഇതാണ്. This is the domain. ഇതാണ് അതിൻ്റെ റേഞ്ച്.
y equals f of x ഒരു ഫംഗ്ഷൻ ആണെങ്കിലും കുഴപ്പമില്ല, റിലേഷൻ ആണെങ്കിലും കുഴപ്പമില്ല. Domain will be the projection of the graph on x-axis and range will be the projection of the graph on y-axis. ഇത് കൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പോയിന്റ് എന്തായിരിക്കും? ഈ പോയിന്റ് റിലേഷൻ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ആവാം ഗ്രാഫ്. റിലേഷൻ ആയതുകൊണ്ട് ആ വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് ഒന്നും അത് ജീവിക്കേണ്ട. അപ്പോൾ ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ആയിരിക്കും റേഞ്ച്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇത് നോക്കൂ, ഈ പോയിന്റ് ഇതാണ് റേഞ്ച്. റേഞ്ച് വിൽ ബി ഹിയർ. ഇതാണ് റേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഈ പോയിന്റ് ഇത് ബി ആണ്. ഈ പോയിന്റ് എന്താവും? 0,√8/3 ആണ്. ഈ പോയിന്റോ 0,-√8/3 ആണ്. 0,-√8/3. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് ഇതാണ് റേഞ്ച്. റേഞ്ച് വിൽ ബി ലൈക്ക് ദിസ്. കാരണം ഇവിടെ നിന്നിട്ടുള്ള പ്രൊജക്ഷനാണ്. അപ്പോൾ ഇതാണ് റേഞ്ച് ആയിട്ട് വരിക. ദിസ് ഇസ് ദ റേഞ്ച് ഓഫ് ആർ. ഇതായിരിക്കും ഡൊമെയിൻ ഓഫ് ആർ ഇൻവേഴ്സസ് റേഞ്ച് ഓഫ് ആർ. അപ്പോൾ ഇവിടെ എത്ര പോയിന്റ്സ് വരും നോക്കിയാൽ നമുക്ക് സെഡ് ആണ്. സെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻറ്റിജേഴ്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ ഇൻ്റർവെല്ലിൽ, അതായത് -√8/3 +√8/3 ഇടയിൽ എത്ര ഇൻറ്റിജേഴ്സ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പം -√8/3 പറഞ്ഞാൽ ഇതേതാ പോയിന്റ്? 0,8/3 പറഞ്ഞാൽ 1 പോയിന്റ് സംതിങ് ആണ്. -1 പോയിന്റ് സംതിങ്. ഇതോ 0,+1 പോയിന്റ് സംതിങ്. അപ്പം ഇതിൽ ഇൻറ്റിജേഴ്സ് ആരൊക്കെ ഉണ്ടാവും? ഇവിടെ 0 ഉണ്ടാവും, ഇവിടെ ഒരു 1 ഉണ്ടാവും, ഇവിടെ ഒരു -1 ഉണ്ടാവും. അപ്പോൾ വാട്ട്സ് ദ റേഞ്ച്? Therefore range will be എന്തായിരിക്കും? 0, 1, -1. But that is answer. 0, 1, -1. Option 4. This is answer. Is that okay? Now we'll go to question number 10. പത്താമത്തെ ചോദ്യം നോക്കാം. പത്താമത്തെ ചോദ്യം കോണിക്സിലുള്ള ചോദ്യമാണ്. ഒരു ഹൈപ്പർബോള ഉണ്ട്. You know what is a hyperbola? ഹൈപ്പർബോളയിൽ എ ലൈൻ ഈസ് പാരലൽ ടു ദ ലൈൻ. അപ്പം ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് സെൻറ്റർ. അപ്പം 2y - y = 0 പാരലൽ ആയിട്ടൊരു ടാൻജന്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ടാൻജന്റ് ഉണ്ട്. ടാൻജന്റ്. You know what is a tangent? ഒരു ടാൻജന്റ് ഉണ്ട്. y equals ഇത് y equals 2x എവിടെയാണ്? അപ്പോൾ എന്താ y 2x? അപ്പോൾ ഈ പോയിന്റ് ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ടച്ചസ് അറ്റ് എ പോയിന്റ് ആണ്. ഈ ടാൻജന്റ് ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് x1, y1. ഇത് തൊടുന്നുണ്ട് കേട്ടോ. ഇറ്റ് ഈസ് ടച്ചിങ് ദ കർവ് അറ്റ് ദാറ്റ് പോയിന്റ്. അറ്റ് എ പോയിന്റ് a line is parallel to the straight line 2x - y = 0 and is a tangent. അപ്പോൾ ഈ ലൈൻ ടാൻജന്റും ആണ്. ഇത് എന്തിനോട് പാരലൽ ആണ്? 2x - y = 0 ആണ്. അപ്പോൾ 2x - y = 0ന്റെ സ്ലോപ്പും ഈ ലൈൻ്റെ സ്ലോപ്പും സെയിം ആയിരിക്കും. 2x - y = 0ന്റെ സ്ലോപ്പ് എന്താ? y = 2x ആണ്, സ്ലോപ്പ് 2 ആണ്. അപ്പോൾ ഈ ലൈൻ്റെ സ്ലോപ്പും 2 ആയിരിക്കും. അതാണ് ഇതിൽ കാച്ചിങ് പോയിന്റ്. You know, slope of the tangent is the derivative at a point, at that point. What is derivative at that point? x1, y1 എന്നുള്ള പോയിന്റിൽ ഡെറിവേറ്റീവ് എന്താ നോക്കൂ. But 2 will be derivative of the function at that point. അപ്പോൾ നമുക്ക് x1 ഡിഫറൻഷിയേറ്റ് എന്താ കിട്ടുക? Suppose you take the derivative. It is 2x/4. അല്ലേ? ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. 2x/4 - 2y/2 dy/dx. 0 ആണ്. അപ്പോൾ what is dy/dx at that point? Therefore dy/dx will be dy/dx y1 at that point ആണ്. y1 dy/dx will be x1/2 അല്ലേ? x1/2 എന്നുള്ള പോയിന്റിലുള്ള dy/dx ആണ് സ്ലോപ്പ്. അപ്പോൾ what is dy/dx? Therefore dy/dx at that point is dy/dx at x1 y1 is x1/2 y1, and that is equal to slope of the tangent. What is slope of tangent? 2. അപ്പോൾ നമുക്കൊരു റിലേഷൻ കിട്ടി. എന്താണ്? x1 എന്ന് പറഞ്ഞാൽ 4y1 ആണ്. ഒരു റിലേഷൻ x1 = 4y1.
നമ്മൾ ചോദിച്ചത് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് x1 സ്ക്വയർ പ്ലസ് 5y1 സ്ക്വയർ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒരു റിലേഷൻ കിട്ടി, x1 = 4y1. ഇനി നമുക്ക് റിസൾട്ട് അറിയാം. x1 y1 ആ കർവിൻ്റെ മുകളിലുണ്ട്, ആ ഹൈപ്പർബോളയുടെ മുകളിലുണ്ട്. അപ്പോൾ x1 പകരം x1 എഴുതാം. അപ്പോൾ x1 സ്ക്വയർ ബൈ 4 മൈനസ് y1 സ്ക്വയർ ബൈ 2യുടെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ x1 പകരം 4y1 സ്ക്വയർ കൊടുത്താൽ x1 കിട്ടില്ലേ? അപ്പോൾ അവിടെ 4y1 സ്ക്വയർ കൊടുത്താൽ എന്താ കിട്ടുക? അപ്പോൾ ഇഫ് യു പുട്ട് x1 = 4y1 സ്ക്വയർ, വാട്ട് യു ഗെറ്റ്? x1 സ്ക്വയർ ബൈ 4 മൈനസ് അല്ല x1 പകരം 4y1 സ്ക്വയർ, സോറി instead of x1 you put 4y1 there. അപ്പോൾ എന്ത് കിട്ടും? 16y1 സ്ക്വയർ ബൈ 4 മൈനസ് y1 സ്ക്വയർ ബൈ 2 = 1 വരും അല്ലേ? അപ്പം 4y1 സ്ക്വയർ മൈനസ്, അപ്പം 4 അര പോയാൽ 3.5, 7/2. അപ്പോൾ 7/2 y1 സ്ക്വയറിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ y1 സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടി. എത്ര കിട്ടുക? 2/7. അപ്പോൾ y1 സ്ക്വയറിൻ്റെ വാല്യൂ 2/7 ആണെങ്കിൽ x1 സ്ക്വയറിൻ്റെ വാല്യൂ എന്താ? വാട്ട് ഇസ് x1 സ്ക്വയർ? 16 y1 സ്ക്വയർ ആണ്. y1 സ്ക്വയറിൻ്റെ വാല്യൂ 2/7 ആണ്. അപ്പോൾ എന്തായിരിക്കും? 32/7. ഇതാണ് x1 സ്ക്വയർ. അപ്പോൾ ഇത് രണ്ടും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? ഈ രണ്ട് സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ആയി അല്ലേ? ഇതല്ലേ ചോദ്യം. അപ്പോൾ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ? x1 സ്ക്വയർ പ്ലസ് 5y1 സ്ക്വയർ = x1 സ്ക്വയറിന് പകരം 32/7 പ്ലസ് 5 ഇൻറ്റു y1 സ്ക്വയറിന് പകരം 2/7, 42/7. 6 ചോയ്സ് ഉണ്ടോ? ശരിയാ. 3 is ഓപ്ഷൻ 3 is your answer. ഇത് 3Dയിലൊരു ക്വസ്റ്റ്യൻ ആണ്. The plane is passing through 2 points and is parallel to a line. ഈ ലൈൻ തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. The line is given like this. ഡിയിലൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 11. The plane is passing through 2 points. 2 പോയിന്റ് കൂടി പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്ലെയിൻ. ഈ പ്ലെയിൻ 2 പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നുണ്ട്. The point is 1, 2, 1. പിന്നെ 2, 1, 2. ഈ 2 പോയിന്റ് കൂടിയാണ് പാസ് ചെയ്യുന്നത്. And it's also parallel to a line. ഒരു ലൈൻ പാരലാണ്. ഈ ലൈനോട് പാരലാണ്. അപ്പോൾ ഈ ലൈൻ തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. 2x = 3y and z = 1. അപ്പം ലൈൻ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലല്ല തന്നിട്ടുള്ളത്. ലൈൻ സ്റ്റാൻഡേർഡ് ഫോമിൽ അല്ലെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? അത് സ്റ്റാൻഡേർഡ് ഫോമിലാക്കണം. യു നോ ഹൗ ടു മേക്ക് ഇറ്റ് ഇൻ സ്റ്റാൻഡേർഡ് ഫോം? സിമെട്രിക് ഫോമിലേക്ക് ആക്കണം. യു നോ വാട്ട് ഇസ് സിമെട്രിക് ഫോം? x minus a1 by b1 = y minus a2 by b2 = z minus a3 by b3. ആ ഫോമിലേക്ക് ആക്കണം. അപ്പോൾ ഹൗ ടു മേക്ക് ദാറ്റ് ഇൻ ദിസ് ഫോം? ഇറ്റ് ഇസ് x by 1 by 2 = y by 1 by 3 എഴുതുക. ഇവിടെ z = 1 z minus 1 by 0 എഴുതാം. അപ്പോൾ ഇതാണ് സിമെട്രിക് ഫോം ഓഫ് ദറ്റ് ലൈൻ. അപ്പോൾ ഈ ലൈനിനെ തന്നെ നമുക്ക് ഇത് 1/2 1/3 0 പറയുന്ന ആ ലൈൻ്റെ പാരലൽ ഡയറക്ഷൻ റേഷ്യോ ആയിരിക്കും. അല്ലെങ്കിൽ 1/2i + 1/3j + 0k പറയുന്നത് അതിൻ്റെ പാരലൽ വെക്ടർ ആയിരിക്കും. അപ്പം ഈ ലൈൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. യു ക്യാൻ ഓൾസോ റൈറ്റ് ദിസ് ആസ് x by 1/2 1/3 0നെ വേണമെങ്കിൽ ഒരു പ്രത്യേക കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഇറ്റ് റിമെയിൻസ് ആസ് എ പാരലൽ വെക്ടർ. ഡയറക്ഷൻ റേഷ്യോ മാറില്ല. അപ്പം 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ x/3 = y/2 = z minus 1 by 0. അപ്പോൾ യു ഹാവ് റിട്ടൺ ദിസ് ഇൻ ദ സിമെട്രിക് ഫോം. അപ്പോൾ സിമെട്രിക് ഫോം അതാണ് ഈ ലൈൻ. അപ്പോൾ ആ ലൈൻ ഇങ്ങനെയാകുമ്പം ഈ ലൈനിൻ്റെ പാരലൽ വെക്ടർ ഏതായിരിക്കും? വാട്ട് ഇസ് എ പാരലൽ വെക്ടർ? 3i plus 2j plus k plus 0k. അപ്പോൾ 3i plus 2j ആണ് ഈ ലൈനിൻ്റെ പാരലൽ വെക്ടർ. ഈ പ്ലെയിൻ ഇതിനോട് പാരലൽ ആയതുകൊണ്ട് ഈ വെക്ടർ പ്ലെയിനോടും പാരലൽ ആയിരിക്കും
But this vector 3i plus 2j is also parallel to the plane. നമുക്കറിയാം ഈ പ്ലെയിൻ നോക്കൂ, ഇങ്ങനെ ഒരു വെക്ടർ എടുത്താൽ ഈ വെക്ടറും പ്ലെയിനിൻ്റെ മുകളിലാണ്. അപ്പോൾ അതും അതേ പ്ലെയിനോട് പാരലൽ ആയിരിക്കും. വാട്ട് വിൽ ബി ദിസ് വെക്ടർ? പൊസിഷൻ വെക്ടർ ഓഫ് ദിസ് മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് ദിസ്. 2 minus 1 it is I, 1 minus 2 minus j, 2 minus 1 plus k. അപ്പോൾ you have understood, you have seen, നമുക്ക് രണ്ട് വെക്ടേഴ്സ് പ്ലെയിനോട് പാരലൽ ആയിട്ടുള്ള രണ്ട് വെക്ടേഴ്സ് കിട്ടി. നമ്മൾ ചോദിച്ചത് ആ പ്ലെയിൻ ഏത് പോയിന്റ് കൂടെ പാസ് ചെയ്യാന്നാണ്. അപ്പോൾ ആ പ്ലെയിൻ്റെ ഇക്വേഷൻ കാണണം. ഹൗ ടു ഫൈൻഡ് ഇക്വേഷൻ ടു എ പ്ലെയിൻ? ഇക്വേഷൻ ടു എ പ്ലെയിന് രണ്ട് സാധനങ്ങളെ വേണ്ടു. ഒന്ന് പോയിന്റും ഒന്ന് പെർപെൻഡിക്കുലർ വെക്ടറും. അപ്പോൾ ഈ പോയിന്റ് ഇതോ എടുക്കാം. അപ്പം പ്ലെയിൻ്റെ ഇക്വേഷൻ എന്താ? r minus a dot m is equal to 0. ഇതാണ് പ്ലെയിൻ്റെ ഇക്വേഷൻ. എ എന്ന് പറയുന്നത് പോയിന്റ് ആണ്, എം എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ വെക്ടർ ആണ്. ഈ എ എന്നുള്ള പോയിന്റ് ഒന്നുകിൽ i plus 2j plus k എടുക്കാം, അല്ലെങ്കിൽ ഇതെടുക്കാം, 2i plus j plus 2k എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. എം കാണുക എങ്ങനെയാണ്? വാട്ട് ഇസ് എം? എം ഇസ് എ വെക്ടർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ഹൗ ടു ഫൈൻഡ് ദ വെക്ടർ പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ? നമുക്ക് രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. ഈ i minus j plus k പ്ലെയിനോട് പാരലാണ്, 3i plus 2k അതും അതെ പ്ലെയിനോട് പാരലാണ്. അപ്പോൾ അത് രണ്ടും കൂടി ക്രോസ് ചെയ്താൽ യു ഗെറ്റ് എ വെക്ടർ പെർപെൻഡിക്കുലർ. എന്താ കാരണം? ഗിവൺ ടു വെക്ടേഴ്സ്, ഇഫ് യു ക്രോസ് ഇറ്റ് യു ഗെറ്റ് എ വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത്. അപ്പോൾ എന്ത് ചെയ്യണം? എമ്മിൻ്റെ വാല്യൂ എന്താ? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എം? എം ഇസ് ഈക്വൽ ടു എന്താ? ഡിറ്റർമിനൻറ്റ് ഓഫ്, യു ക്രോസ് ഇറ്റ്, i j k. ഈ രണ്ട് വെക്ടേഴ്സ് ക്രോസ് ചെയ്യുക. ഈ വെക്ടറും കൂടി ക്രോസ് ചെയ്യുക. അപ്പോൾ ആ വെക്ടർ എന്തായിരിക്കും? 1 minus 1 1, പിന്നെ 3 2 0. 1 minus 1 1 minus 1 1, 3 2 0. ഇനി ഇതിൻ്റെ വാല്യൂ കാണാം. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എം? എം ഇസ് ഈക്വൽ ടു, ഇത് ക്രോസ് ചെയ്യുക, 0 minus 2, അപ്പോൾ ഇറ്റ് ഇസ് minus 2i, പിന്നെ minus j into 0 minus 3, but plus 3j, plus k into 2 plus 3. 2 plus 3 is 5, but plus 5k. But you got the value of vector m. Now how to find the plane? This will substitute here. But the equation to the plane is r minus a. A പറഞ്ഞാൽ എന്താ? A പറഞ്ഞാൽ ഈ പോയിന്റോ എടുക്കാം. Take that point. It is I plus 2j plus k dot minus 2i plus 3j plus 5k equal to 0. Simplify, you get the equation to apply. Abam r dot this is equal to this varum. Abam answer will be r dot this. It is minus 2x plus 3y plus 5z is equal to either dot this. In the area, it will be minus 2 plus 6 plus 5. But simplifying, you get 2x minus 3y minus 5z. ഇതെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ 6 5 11 9 കുറയ്ക്കാം. 11 9 കുറച്ചാൽ 4 9 അല്ലേ? 6 5 11 2 കുറയ്ക്കാം, 9 വരും അല്ലേ? പ്ലസ് 9 ഈക്വൽ ടു 0. ദാറ്റ് ഇസ് ഇക്വേഷൻ ടു ദ പ്ലെയിൻ. അപ്പോൾ പ്ലെയിൻ്റെ ഇക്വേഷൻ കണ്ടാൽ ഈ പ്ലെയിനിൽ ഏത് പോയിന്റാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കുക, അത്രയേ ഉള്ളൂ. അപ്പം 0 6 2 നോക്കൂ, 0 6 2 0 6 2 0 6 കൊടുക്കുക, 6 കൊടുത്താൽ 18 വരും. ഇവിടെ 2 കൊടുത്താൽ 10 വരും. അപ്പം 18 minus 18 plus 9 10 വർക്ക് ചെയ്യില്ല. 201 ഇവിടെ 201 ആകുമ്പോൾ ഇവിടെ -4 വരും, ഇവിടെ 1 വരും, -4 -5 കണ്ടോ, ഇത് വർക്ക് ചെയ്യും. ഓപ്ഷൻ 2 ആണ് ആൻസർ. സ്റ്റാറ്റിസ്റ്റിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഒരു ഡാറ്റ ഉണ്ട് വെച്ചോളൂ. സപ്പോസ് യു ഹാവ് എ ഡാറ്റ എക്സ് ബാർ ഒരു ഡാറ്റയാണെങ്കിൽ ഒരു ഡാറ്റയുടെ മീൻ എക്സ് ബാർ ആണ്. ആ ഡാറ്റയുടെ എല്ലാറ്റിനോടും കെ ആഡ് ചെയ്തു. സപ്പോസ് ദ ഡാറ്റ ഈസ് ഇങ്ങനെ തുടങ്ങട്ടോ, സോറി ഇതൊന്ന് റേസ് ചെയ്യൂ. ഇതാണ് കൺസെപ്റ്റ്. ഐ റൈറ്റ് ദ കൺസെപ്റ്റ്. x1 x2 എക്സെട്ര xn ഒരു ഡാറ്റയാണ്, മീൻ എക്സ് ബാർ ആണ്, വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. ഇഫ് യു ആഡ് കോൺസ്റ്റന്റ് ടു ദിസ് ഡാറ്റ, the new mean will be x bar plus k,
and the new variance will be the same. The new variance will be the same. This is concept number 1. If you multiply by k, it is kx1, kx2, etc., kxn. The new mean will be kx bar. And the new variance will be k square sigma square. K square sigma square. Variance in a k square on multiplied up. Variance k sigma square angle constant on multiply that, the new variance will be multiplied by k square. Our concept is content. Now, what is the x in the value? What is the value of x? X is 1 to 17. 1 to 17. Now, variance of what is the variance of first n natural numbers? Variance of first n natural numbers. It is n square minus 1 by 12. What is mean of first n natural numbers? Mean of first n natural numbers. It is n plus 1 by 2. But you must know these concepts to learn this, to understand this problem. Okay. Now, what is the mean of this 1 to 17? What is the variance of x? It is n square minus 1 by 12. It is 288 by 12. 224. 48 4 times. But sigma x square 24. Okay. Now what is mean of this data? Use that formula. N plus 1 by 2. It is 17 plus 1 by 2. Is equal to x bar is 9. Apply it. What is the new variance? In the y direction, x element a multiply and b add in. A multiply change of scale. You are multiplying by a constant. B add change of origin. So a multiplying by a will affect the variance. Plus b will not affect the variance. That is the concept. Okay. Now, what is sigma y? Sigma y square. Sigma y square is a multiply a square into sigma x square will not have any effect on b. But sigma y square it is given that it is 17. So 17 equals a square into sigma x square. What is sigma x square? 24. On the a square gana. But 216 is sigma y square. 17 is mean, sorry. But what is the value of a square? It is 216 by 24. What value area? 24 is 8 will go. 8 3 is 24. 8 to 8 to 16. 16 56 plus 7 times. But a square value 9. But a value you got the value of a. And a plus b is a value. Now we mean the concept. Mean what is y bar? Y bar is a x bar plus b. A two badikkum. Constant add idalum badikkum, constant multiply idalum badikkum. It will be a x bar plus b. Now y bar is 17. 17 equals a is 3, x bar is 9 plus b. But b value is 27, minus 10. A minus a 3, b minus 10. Minus 7. 4 is answer. Question number 13. Application of derivative question. You have a tangent to the curve. One curve y equals x plus sin. What is a curve? One tangent. This is a tangent. It is, you are drawing a tangent at a point AB. This tangent is parallel to the variant. This two points will pass in. 2 points. This point 0, 3 by 2, 1 by 2, 2. Chodhyam,
പാരലൽ ആണെങ്കിൽ എയും ബിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദ്യം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഈ ലൈനിൻ്റെ സ്ലോപ്പും ഈ ലൈനിൻ്റെ സ്ലോപ്പും സെയിം ആവണം. എന്താ ഈ ലൈനിൻ്റെ സ്ലോപ്പ്? ഈ ലൈനിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ് ആയിരിക്കും സ്ലോപ്പ്. ഇതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഡിഫറൻസ് ഇൻ y കോർഡിനേറ്റ് ഡിവൈഡ് ബൈ ഡിഫറൻസ് ഇൻ x കോർഡിനേറ്റ്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്താ ഒന്ന് പറയൂ? സ്ലോപ്പ് വിൽ ബി ഡിഫറൻസ് ഇൻ y കോർഡിനേറ്റ്. അപ്പം 2 മൈനസ് 3/2. 2 മൈനസ് 3/2 പറഞ്ഞാൽ 1/2. 1/2 by 1/2. What is 1/2 by 1/2? 1 ആണ്. The value is 1. Slope is 1. ഇനി ഡെറിവേറ്റീവ് ആണ്. What is derivative? dy by dx is equal to 1 plus cos y dy by dx. dy by dx at that point ആണ് സ്ലോപ്പ്. അപ്പോൾ ഈ ലൈനിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? dy by dx at ab. അപ്പോൾ ab കൊടുത്താൽ എന്താ കിട്ടുക? dy by dx into 1 minus cos y ആണ് 1. അപ്പോൾ what is dy by dx at that point? dy by dx at that point ab is equal to 1 by 1 minus cos b. കാരണം y is b. a ഇവിടെ ഇല്ല, x ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എഴുതിയാൽ മതി. 1 minus cos b. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താ? 1 ആണ്. അപ്പോൾ you get what? 1 minus cos b is equal to 1, or cos b is equal to, you get cos b equals you get cos b equals 0. cos b 0 ആയ ബിയുടെ വാല്യൂ എന്താവും? π/2. അപ്പോൾ ബിയുടെ വാല്യൂ π/2 ആണ്. യു ഗോട്ട് ദ വാല്യൂ ഓഫ് ബി ആസ് π/2. അത്രയേ ഉള്ളൂ. അപ്പോൾ ബിയുടെ വാല്യൂ π/2 ആണെങ്കിൽ ഈ പോയിന്റ് π/2 ആണ്. ഈ പോയിന്റ് π/2 ആണ്. അപ്പോൾ എ എന്തായിരിക്കും? ആ എ ബി അതിലുണ്ടല്ലോ. അപ്പോൾ എ ബി അതിലുണ്ടെങ്കിൽ ബിയുടെ വാല്യൂ π/2 ആണ്. അപ്പോൾ y ഈസ് ഈക്വൽ ടു എ y ഈസ് ഈക്വൽ ടു x പ്ലസ് സൈൻ y ല് y ഈക്വൽ ടു x പ്ലസ് സൈൻ y ല് ആ എ ബി എന്നുള്ള പോയിന്റ് ഉണ്ടല്ലോ. അപ്പോൾ എക്സിന് പകരം എയും വൈക്ക് പകരം ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ വർക്ക് ചെയ്യും. അപ്പോൾ എക്സിന് പകരം എ, വൈക്ക് പകരം ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബി എന്താ? π/2 ആണ്. ആൻഡ് യു നോ സൈൻ π/2 ഇസ് 1. അപ്പം വാട്ട് ഈസ് എ ഈക്വൽസ്? എ ഈക്വൽസ് അതെ, എ ഈക്വൽസ് π/2 പ്ലസ് 1. ബി π/2 ആണ്. അപ്പോൾ എ പറയുന്നത് എ പ്ലസ് 1 π/2 ആണ്, ബി പറയുന്നത് π/2 ആണ്. അപ്പോൾ ഇതിൽ ഏതാ ആൻസർ? ബിയും എയും തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. അത് തന്നെ ആൻസർ. 4 ആൻസർ. ശരിയല്ലേ? ബി മൈനസ് എ ഈസ് ഇക്വൽ ടു 1 മോഡുലസ്. വെറുതെ ഒരു ക്വസ്റ്റ്യൻ, അത്രയേ ഉള്ളൂ. എയും ബിയും തമ്മിലുള്ള റിലേഷൻ കിട്ടുള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഓൾ. നൗ വിൽ ഡിസ്കസ് ക്വസ്റ്റ്യൻ നമ്പർ 14. ഇതൊരു പ്രോബിലിറ്റിയിലെ ചോദ്യമാണ്. ഒരു 2 ബോക്സസ് ഉണ്ട് അല്ലേ? യു ഹാവ് 2 ബോക്സസ്, box 1 and box 2. Box 1 contains cards numbered 1 to 30. So 1, 2, 3, etc. up to 30. And box 2 contains card numbered from 31 to 50. But 20 and 31 to 50. A box is selected and you are drawing a card from it. ഒരു ബോക്സ് എടുത്തു, അതിൻ്റെ ഉള്ളിൽ ഒരു കാർഡ് എടുത്തു. And the number is found to be prime, non-prime. The number is found to be non-prime.